Hello students, Plus 2 Mathematics ഫോക്കസ് ഏരിയ ടോപ്പിക് ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ 3 ഡയമെൻഷണൽ ജോമെട്രി. ഇന്നത്തെ ക്ലാസ്സിൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ 3 ഡയമെൻഷണൽ ജോമെട്രി. ഫസ്റ്റ് പോർഷൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. ലൈനിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഫോർമുലയാണ്. അതിൽ ഫസ്റ്റ് വൺ, ഗിവൺ പോയിന്റ് passes through the point A, x1, y1, z1 with the position vector A and parallel to the vector B. Direction ratios A is to B is to C. പാസ് ചെയ്യുന്ന പോയിന്റും പാരലൽ ആയിട്ടുള്ള വെക്ടറും തന്നാൽ ഇക്വേഷൻ ഓഫ് ലൈൻ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഫസ്റ്റ് വൺ. കൺസിഡർ ലൈൻ. ദിസ് ലൈൻ passes through the point A with coordinates x1, y1, z1 and parallel to the vector B and direction ratios A is to B is to C. ഇതിന്റെ പൊസിഷൻ വെക്ടർ A ആണ്. അപ്പൊ ഇത് രണ്ടും തന്നാൽ ലൈനിന്റെ ഇക്വേഷൻ എന്താണ് നോക്കാം. ഇപ്പൊ എന്തൊക്കെ തന്നിരിക്കുന്നത്? പാസ് ചെയ്യുന്ന പോയിന്റ് എ, പൊസിഷൻ വെക്ടർ എ, കോർഡിനേറ്റ്സ് x1, y1, z1, parallel to the vector B with ratios A is to B is to C. ഇക്വേഷൻ ഓഫ് ലൈൻ രണ്ട് ഫോമിലുണ്ട്. ഫസ്റ്റ് വെക്ടർ ഫോമിൽ എന്തായിരിക്കും ഇക്വേഷൻ ഓഫ് ലൈൻ? ഈ ലൈനിന്റെ പൊസിഷൻ വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി. ഇത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചാൽ എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ബി. പാസ് ചെയ്യുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ബി, പാരലൽ വെക്ടർ. നെക്സ്റ്റ് കാർട്ടീഷ്യൻ ഫോം ഇതിൽ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. കാർട്ടീഷ്യൻ ഫോം വെക്ടർ ആർ xi പ്ലസ് yj പ്ലസ് zk എടുക്കാം. വെക്ടർ എ x1 i പ്ലസ് y1j പ്ലസ് z1k എഴുതാം. x i ക്യാപ് പ്ലസ് yj ക്യാപ് പ്ലസ് zk ക്യാപ് ഈക്വൽ ടു വെക്ടർ എ x1 i ക്യാപ് പ്ലസ് y1j ക്യാപ് പ്ലസ് z1k ക്യാപ് പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി. വെക്ടർ ബിയുടെ റേഷ്യോസ് A is to B is to C ആണ്. ദെൻ A i ക്യാപ് പ്ലസ് B j ക്യാപ് പ്ലസ് C k ക്യാപ്. ദെൻ ടേക്ക് ദിസ് വൺ ടു ദിസ് സൈഡ്. x മൈനസ് x1 ഇൻറ്റു i ക്യാപ് പ്ലസ് y മൈനസ് y1 ഇൻറ്റു j ക്യാപ് പ്ലസ് z മൈനസ് z1 ഇൻറ്റു k ക്യാപ് ഈക്വൽ ടു ലാംഡ a i ക്യാപ് plus lambda b j cap plus lambda c
k cap. Then these two vectors are same. Hence x minus x1 equal to lambda a, y minus y1 equal to lambda b, z minus z1 equal to lambda c. Hence x minus x1 by a equal to lambda, y minus y1 by b equal to lambda, z minus z1 by c equal to lambda. Hence എല്ലാം ലാംഡയ്ക്ക് ഈക്വൽ ആയതുകൊണ്ട് x minus x1 by a equal to y minus y1 by b equal to z1 minus z1 by c equal to lambda. This is Cartesian form of equation of the line. വെക്റ്റർ ഫോമിൽ നിന്ന് നമുക്ക് കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇതിലത്തെ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കണം. വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ, ബി എന്ന് പറഞ്ഞാൽ പാരലൽ വെക്റ്റർ, x1 y1 z1 പാസ് ചെയ്യുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ്, എ ബി സി പാരലൽ വെക്റ്ററിന്റെ റേഷ്യോസ്. വെക്റ്റർ ആർ പൊസിഷൻ വെക്റ്റർ ഓഫ് എനി പോയിന്റ് ഓൺ ദ ലൈൻ. x y z എനി പോയിന്റ് ആണ് ദ ലൈൻ. അപ്പൊ ക്ലിയർ ആയിട്ട് ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് വെക്റ്റർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് വെക്റ്റർ ഇക്വേഷൻ പാസസ് ത്രൂ ദ പോയിന്റ് ആൻഡ് പാരലൽ ടു ദ വെക്റ്റർ. അപ്പൊ പോയിന്റും പാരലൽ വെക്റ്ററും തന്നാൽ ഫോർമുല നമ്മൾക്കറിയാം. വെക്റ്റർ ആർ ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് ലാംഡ വെക്റ്റർ ബി. വെക്റ്റർ എയും വെക്റ്റർ ബിയും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ത്രൂ ദ പോയിന്റ്, പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആണ് വെക്റ്റർ എ. ഹെൻസ് വെക്റ്റർ എ ഈക്വൽ ടു ഓർഡേർഡ് ട്രിപ്പിൾ 5 2 minus 4. Hence position vector equal to 5 I cap plus 2 j cap minus 4 k cap. Vector A. Okay. Next vector B, parallel vector. Parallel to the vector 3 I cap plus 2 j cap minus 8 k cap. വെക്ടർ എയും കിട്ടി, വെക്ടർ ബിയും കിട്ടി. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വെക്ടർ ആർ പൊസിഷൻ വെക്ടർ ഓഫ് ആർബിട്രറി പോയിന്റ് ആണ്. വെക്ടർ ആർ ആ ഇക്വേഷനിൽ ഉണ്ടായിരിക്കും. വെക്ടർ ആർ ഈക്വൽ ടു എയുടെ പ്ലേസിൽ 5 I cap പ്ലസ് 2 j cap മൈനസ് 4 k cap പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി. വെക്ടർ ബിയുടെ പ്ലേസിൽ 3 I cap plus 2 j cap minus 8 k cap. This is vector equation of this line. Next, find out Cartesian equation. Cartesian equation the formula എന്താണ്? x minus x1 divided by a equal to y minus y1 by b equal to z minus z1 by c. ഇതിൽ x1 y1 z1 പാസ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഹിയർ x1 equal to 5, y1 equal to 2, z1 equal to minus 4. a b c പാരലൽ വെക്ടറിന്റെ റേഷ്യോസ് ആണ്. a equal to 3, b equal to 2, c equal to minus 8. Hence, substitute in this formula, we get x minus x1 5 divided by a 3 equal to y minus y1 2 divided by b 2 equal to z minus z1 minus 4
ഡിവൈഡ് ബൈ സി -8. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ സിംപ്ലിഫിക്കേഷൻ ഇല്ല, ഇവിടെയും സിംപ്ലിഫിക്കേഷൻ ഇല്ല. ഇവിടെ മൈനസ് മൈനസ് ആയതുകൊണ്ട് അത് പ്ലസ് ആക്കുക. x minus 5 divided by 3 equal to y minus 2 by 2 equal to z plus 4 divided by -8. ഇതാണ് ആൻസർ കിട്ടുക. വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും വളരെ ഈസി ആയിട്ട് ഈ രണ്ട് ഫോർമുല പഠിച്ചാൽ മതി. വെക്ടർ എ പാസ് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് മനസ്സിലാക്കുക, വെക്ടർ ബി പാരലൽ വെക്ടർ ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് പ്രോബ്ലം. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് x plus 3 by 2 equal to y minus 5 by 4 equal to z plus 6 by 2. Find vector equation. We know vector equation is vector r equal to vector a plus lambda vector b. Here vector a position vector of the passing point, vector b parallel vector. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഗിവൺ. ഇതിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. x plus 3. കാർട്ടീഷ്യൻ ഇക്വേഷൻ is x minus x1. Hence x plus 3 നമുക്ക് എങ്ങനെ എഴുതാം? x minus -3 by 2. y minus 5 divided by 4 equal to z plus 6 ന് z minus -6 by 2. From this x1 equal to -3, y1 equal to 5, z1 equal to -6, a equal to 2, b equal to 4, c equal to 2. Compare with Cartesian equation x minus x1 by a. x1 equal to -3, a equal to 2. y minus y1 by b. y1 equal to 5, b equal to 4. z minus z1 by c. z1 equal to -6, c equal to 2. Then pass ചെയ്യുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടി. ഓർഡർ ട്രിപ്പിൾ x1 y1 z1 ആണ്. Hence vector a equal to -3 vector I cap plus 5 j cap -6 k cap. And vector b parallel vector a b c. Hence vector b equal to 2 I cap plus 4 j cap plus 2 k cap. vector a യും vector b യും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. vector r equal to -3 I cap plus 5 j cap -6 k cap plus lambda into vector b 2 I cap plus 4 j cap plus 2 k cap. This is vector equation of the line. Third question. Find equation of the line in vector and Cartesian form. Passes through the point with the position vector. That means vector a equal to 2i minus j plus 4k, and in the direction means parallel vector, vector b equal to vector I plus 2j minus k. Vector form, vector r equal to vector a plus lambda vector b. A and b given. Hence vector r equal to 2i minus j cap plus 4k cap plus lambda into vector b. Vector b is I plus 2j minus k. This is vector form. പാസ് ചെയ്യുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അത് എയുടെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ ദ ഡയറക്ഷൻ മീൻസ് പാരലൽ വെക്ടർ. അത് ബിയുടെ പ്ലേസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൊസിഷൻ വെക്ടർ ഓഫ് ദി പാസിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും x1 equal to
y1 equal to -1, z1 equal to 4 എന്ന് നമുക്ക് കിട്ടും. ഒന്നുകിൽ വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പാസ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ വെക്ടറും കണ്ടുപിടിക്കാം. എ ബി സി ഇതിന്റെ കമ്പോണന്റ് ആയിരിക്കും. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 2, സി ഈക്വൽ ടു -1. Then substitute in the formula of Cartesian form. Cartesian formന്റെ ഫോർമുല എന്താണ്? x minus x1 by a equal to y minus y1 by b equal to z minus z1 by c. Substitute ചെയ്യാം. x minus x1 2 divided by a 1 equal to y minus y1 minus 1 by b 2 equal to z minus z1 divided by c minus 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതില് മൈനസ് മൈനസ് 1 എടുത്ത് എന്താക്കണം? പ്ലസ് ആക്കണം. x minus 2 by 1 equal to y plus 1 by 2 equal to z minus 4 by minus 1. Hence, Cartesian form ഇതാണ്. ഏത് ഇവിടെ വെക്ടർ തന്നാലും പോയിന്റ് തന്നാലും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനൊക്കെ ഒന്ന് മനസ്സിലാക്കുക. വെക്ടർ ഫോമിൽ തന്നാലും കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാനും, കാർട്ടീഷ്യൻ ഫോമിൽ തന്നാൽ വെക്ടർ ഫോം എഴുതാനും പഠിക്കണം. കാർട്ടീഷ്യൻ ഫോമിൽ തന്നാൽ ഈ ഡിനോമിനേറ്ററിലുള്ളത് വെക്ടർ ബി ആയിരിക്കും. ഇവിടെ i പ്ലസ് 2j മൈനസ് k. ഇവിടെയുള്ളത് x മൈനസ് x1 y1 z1 ആയിരിക്കും. അത് വെക്ടർ എ ആയിട്ടും എഴുതാം. അപ്പൊ രണ്ട് ഫോമിലേക്കും കൺവേർട്ട് ചെയ്യാനും ഇതേമാതിരി ഡയറക്റ്റ് തന്നാലുള്ളത് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. പാസ് ചെയ്യുന്ന പോയിന്റും പാരലൽ വെക്ടറും തന്നാൽ ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ടു ഗിവൺ പോയിന്റ്സ്. പോയിന്റ്സ് ആർ a x1 y1 z1 and b x2 y2 z2. പോയിന്റ് എയുടെ പൊസിഷൻ വെക്ടർ വെക്ടർ എ, പോയിന്റ് ബിയുടെ പൊസിഷൻ വെക്ടർ വെക്ടർ ബി. ദെൻ വെക്ടർ ഫോം ഓഫ് ദ ഇക്വേഷൻ, വെക്ടർ ഇക്വേഷൻ ഈക്വൽ ടു ഒരു ആർബിട്രറി പോയിന്റ് പിയുടെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ ആർ. ദെൻ വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി മൈനസ് വെക്ടർ എ. വാട്ട് ഈസ് ബി മൈനസ് എ? എ ബി ആണ്. എ ബി എന്ന് പറഞ്ഞ വെക്ടർ ഈ ലൈനിന് എന്താണ്? പാരലൽ ആണ്. അപ്പൊ വെക്ടർ എ ഈക്വൽ ടു പാസ് ചെയ്യുന്ന പോയിന്റ് എ പ്ലസ് ലാംഡ ഇൻറ്റു പാരലൽ വെക്ടർ വെക്ടർ ബി മൈനസ് വെക്ടർ എ. അങ്ങനെ വെക്ടർ ഫോമിലുള്ള ഇക്വേഷൻ ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ ബി മൈനസ് എ. നെക്സ്റ്റ്, കാർട്ടീഷ്യൻ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്തായിരിക്കും? ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഹിയർ എക്സ്, ഹിയർ x1, x മൈനസ് x1 ബൈ ബി മൈനസ് എ മീൻസ് ബി എന്താ? x2, ഇത് x1. അപ്പൊ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു z മൈനസ് z1 ബൈ z2 മൈനസ് z1. Equation of line passing through two given points A and B. Vector formula equation, Cartesian formula equation. ഈ രണ്ട് ഇക്വേഷനും ക്ലിയർ ആയിട്ട് പഠിക്കുക. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് A and B. We know vector equation is vector R equal to vector A plus lambda vector B minus vector A. Here vector A position vector of the first point. First point is A
ordered triple minus 1 0 2. Hence vector A equal to minus 1 I cap plus 0 j cap plus 2 k cap. Vector B equal to position vector of the second point 3 4 6. Hence vector B equal to 3 I cap plus 4 j cap plus 6 k cap. Substitute these two vectors in vector form. We get vector R equal to vector A minus 1 I cap plus 0 j cap plus 2 k cap plus lambda into vector B minus vector A 3 I cap plus 4 j cap plus 6 k cap minus vector A minus 1 I cap plus 0 j cap plus 2 k cap equal to minus 1 I cap plus 0 j cap plus 2 k cap plus lambda into 3 I cap minus minus plus 1 I cap 3 plus 1 4 I cap 4j minus 0 plus 4j cap 6k cap minus 2k cap 4k cap. Hence vector equation is vector R equal to minus 1 I cap plus 0 j cap plus 2 k cap plus lambda into 3 minus minus 1 4 I cap 4 minus 0 4 j cap plus 6 minus 2 4 k cap. Next Cartesian equation. Formula is x minus x1 by x2 minus x1 equal to y minus y1 by y2 minus y1 equal to z minus z1 by z2 minus z1. വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് ഇത് x2 മൈനസ് x1 4 ആയിരിക്കും, y2 മൈനസ് y1 4 ആയിരിക്കും, z2 മൈനസ് z1 4 ആയിരിക്കും. എന്നാലും നമുക്ക് ആദ്യം മുതലേ കണ്ടുപിടിക്കാം. കാർട്ടീഷ്യൻ ഇക്വേഷൻ മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട, ഇവിടുന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. x1 y1 z1 ഫസ്റ്റ് പോയിന്റിന്റെ കോർഡിനേറ്റ് x1 y1 z1 minus 1 0 2 x2 y2 z2 സെക്കൻഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് 3 4 6. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x മൈനസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ y x2 മൈനസ് x1 3 മൈനസ് മൈനസ് 1 ഈക്വൽ ടു y minus y1 0 divided by 4 minus 0. Z minus z1 2 divided by 6 minus 2. Minus minus is plus. X plus 1 by 3 minus minus 1 is 4. Y minus 0 is y. Y by 4 equal to Z minus 2 by 6 minus 2 is 4. Hence, answer is x plus 1 by 4 equal to y by 4 equal to z minus 2 by 4. First point x1 y1 z1 കൊടുക്കുക. Second point x2 y2 z2 കൊടുത്ത് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.